പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ, ചിലപ്പോൾ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്തോ നമുക്ക് പ്രതീക്ഷ വെച്ചിട്ട് ആ പ്രതീക്ഷ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റിൽ നിന്നും, അല്ലെങ്കിൽ ആ പ്രതീക്ഷ കൈമോശം വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് തിരികെ കയറാൻ പറ്റുമോ? അത് തിരികെ കയറാനായിട്ട് പ്രതീക്ഷയ്ക്ക് മുകളിൽ എന്തെങ്കിലും ഒരു എലിമെൻ്റ് ഉണ്ടോ? അതെന്താണ്? സോ ഇതൊക്കെയാണ് അടുത്ത ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും പ്രതീക്ഷയുണ്ട്, ഹോപ്പുണ്ട്. ഹോപ്പല്ല വേണ്ടത്, പ്രതീക്ഷയല്ല വേണ്ടത്, അതിൻ്റെ അപ്പുറത്തുള്ളൊരു ശുഭാപ്തി വിശ്വാസം, കോൺഫിഡൻസ്, അതാണ് വേണ്ടതെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ എങ്കിലും നമ്മുടെ ലൈഫിനകത്ത് ചില പ്രതീക്ഷകൾ മങ്ങുമ്പോൾ, ചില പ്രതീക്ഷകൾ അറ്റുപോകുമ്പോൾ എന്താണ് അടുത്ത റെമഡി? അതിൻ്റെ മുകളിൽ കയറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുകളിൽ വേറൊരു പവറുണ്ടോ? അങ്ങനെ വെക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിനകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഈ പ്രതീക്ഷ നശിക്കുന്നതിനെ കുറിച്ച് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ പറയുന്നത് നിങ്ങൾക്കത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. സോ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു വ്യക്തിയിൽ അമിതമായിട്ട് ആശ്രയിക്കുവാണ്. ആ വ്യക്തി എൻ്റെ ജീവിതത്തിനകത്ത് ഫുൾ എൻ്റെ കൂടെ ഉണ്ടാകും, ആ വ്യക്തി എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും, എന്നെ സംരക്ഷിച്ചുകൊള്ളും, എന്നെ സ്നേഹിക്കാൻ ആ വ്യക്തി കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷ. അത് ചിലപ്പോൾ അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, ആരും ആകട്ടെ, ആ വ്യക്തി എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ. അപ്രതീക്ഷിതമായിട്ട് ആ വ്യക്തി മരിച്ചു പോയാലോ, അല്ലെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും ഒരു കാരണം വന്ന് നമ്മുടെ നിന്ന് ഡിറ്റാച്ച്ഡായി പോയാലോ പെട്ടെന്ന് നമ്മളെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുന്നു. അപ്പോൾ നമ്മൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷനുണ്ട്. അടുത്തെന്താ, എങ്ങനെയാ? ഇതൊരു എക്സാമ്പിളാണ്. ഇനി വേറൊരു എക്സാമ്പിൾ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം എഴുതിയിട്ട് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടത്തില്ല. പ്രതീക്ഷിച്ച മാർക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു ഭയമാണോ, നിരാശയാണോ, അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇമോഷനുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇനി കുറച്ചുകൂടെ മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അതിന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നൊരു ജോലി, ഇപ്പോൾ വിദേശത്ത് പോകാനായിട്ടോ അല്ലെങ്കിൽ ഒരു വിസ കിട്ടുമെന്നോ, അങ്ങനെ ഒരു നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘടകത്തിൽ നമ്മളൊരു പ്രതീക്ഷ വെച്ച് നിൽക്കുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അത് കിട്ടാതെ വരുന്നു. അപ്പോൾ ഇനി വാട്ട് നെക്സ്റ്റ്, എൻ്റെ ഫ്യൂച്ചർ എന്താകും, എൻ്റെ കരിയർ എന്താകും എന്നുള്ള ഒരു പ്രശ്നം. ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾക്ക് പലപ്പോഴും ഭംഗം സംഭവിക്കാറുണ്ട്. ഈ പ്രതീക്ഷകൾക്ക് ഭംഗം സംഭവിക്കുമ്പോഴാണ് അടുത്തൊരു സൊല്യൂഷൻ ഇല്ല, എൻ്റെ ജീവിതം അതോടുകൂടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് ചിലരെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലരിലെങ്കിലും അത് വലിയ ഡിപ്രഷനായിട്ട് മാറിയിട്ട് ലൈഫ് അവിടെ വെച്ചിട്ട് മന്ദഗതിയിലാകുന്ന പ്രവണതയുണ്ട്. സോ ഇങ്ങനെയുള്ള അവസ്ഥകളെ തരണം ചെയ്യാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നൊരു കാര്യം, നിങ്ങൾ പ്രതീക്ഷ വെച്ച കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കാര്യത്തെ നിർണ്ണയിക്കുന്നത്. അത് നിങ്ങളെടുത്തൊരു ഡിസിഷനാണ്, നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. ആ കാര്യമല്ല നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രചോദനമായി അല്ലെങ്കിൽ അടിസ്ഥാനമായി നിൽക്കുന്നൊരു കാര്യം. നിങ്ങൾ എന്തുകൊണ്ടോ അതിൽ പ്രതീക്ഷ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ ഘടകമല്ല നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള ജേണിയിൽ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, നിങ്ങൾ പ്രതീക്ഷ വെച്ച കാര്യം നഷ്ടമായാൽ അടുത്തൊരു കാര്യം നിങ്ങളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട്, നയിക്കാനായിട്ട് ഉണ്ട് എന്നുള്ള വസ്തുത, ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷ ഭംഗം വന്നു കഴിഞ്ഞാൽ ജീവിതം അതോടുകൂടെ തീർന്നു എന്ന് നിങ്ങളെടുക്കുന്ന ഒരു ചിന്തയാണ് ലൈഫിനകത്തുള്ള ഏറ്റവും വലിയ പരാജയത്തിന് കാരണം. അപ്പോൾ അടുത്ത കാര്യം എന്താ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണം. ഇപ്പോൾ ഒരു വ്യക്തി നമ്മളെ വിട്ടു പോയി, അത് മരണം കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മുടെ നിന്നും അകന്നതാകാം. ആ വ്യക്തി ഇല്ലെങ്കിൽ ഇനി എങ്ങനെ എന്നുള്ള ചിന്തയാണ് അവിടെ റെലവൻ്റ് ആയിട്ടുള്ളത്. ആ വ്യക്തി ഇല്ലാതെ ഇനി എങ്ങനെ എന്നുള്ളതല്ല, ആ വ്യക്തി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള ചിന്തയല്ല, ആ വ്യക്തി ഇല്ല, അടുത്ത ഓൾട്ടർനേറ്റീവ് വേ എന്താ, അടുത്ത സ്റ്റെപ്പ് എന്താ, ആ ചിന്തയാണ്, ആ ക്രിയാത്മക ചിന്തയാണ് ആവശ്യം. ഒരു വിഷയത്തിന് തോറ്റു, പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല, റിസൾട്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും താഴ്ന്നുപോയി. അപ്പോൾ അടുത്തെന്താ പോംവഴി, നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്താ, ആ ക്രിയാത്മക ചിന്തയാണ് ആവശ്യം. ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു ജോലി കിട്ടിയില്ല, വിസ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടിയില്ല, അതോടുകൂടെ എല്ലാം തീർന്നു എന്നല്ല, അത് അടുത്ത് എന്ത് ചെയ്താലാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക എന്നുള്ള ക്രിയേറ്റീവായിട്ടുള്ളൊരു ചിന്തയാണ് ആവശ്യം.
ഇനി അതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ചില പുതിയ കാര്യങ്ങളെ ഡിസൈൻ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യുവാനുമായിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അടുത്ത കാര്യത്തെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അടുത്തൊരു കാര്യത്തെ നിങ്ങൾക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇൻബോൺ ടാലൻ്റ് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഈശ്വരൻ വെച്ചിട്ടുണ്ട്. സോ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരല്പസമയം നിങ്ങൾ ഒരു സൈലൻസിൽ കാര്യങ്ങളെ അവലോകനം ചെയ്ത് പുതിയൊരു കാൽച്ചുവട് വയ്ക്കാനായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പയറിങ് ടൈം എല്ലാവരുടെ ജീവിതത്തിനകത്തും ആവശ്യമാണ്. അപ്പോൾ ഒരു ഹോപ്പ് അവസാനിക്കുന്നിടത്ത് ആദ്യം വേണ്ടത് ഒരു സൈലൻസാണ്. ആ സൈലൻസിനകത്ത് അടുത്ത് വേണ്ടത് ക്രിയാത്മകമായ ഒരു തോട്ടാണ്. എന്താ അടുത്ത് ഞാൻ ചെയ്യേണ്ടത്? ഈ ഒരു പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാത്മകമായ കാര്യം ഞാൻ എന്താ എടുക്കേണ്ടതെന്നുള്ളത് മൗനമായിരുന്നു നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ കുറച്ച് സമയം ആ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും. സോ ഇതെല്ലാം ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് ഒരുക്കി നൽകുന്നതാണ്. ഇതൊന്നും നിങ്ങളുടെ ലൈഫിനെ റൂയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യാനായിട്ട് ഒരിക്കലും പ്രകൃതി കൂട്ടുനിൽക്കില്ല. പ്രകൃതി എപ്പോഴും പ്രകൃതിക്കകത്തുള്ള കാര്യങ്ങളെ വളർത്താനും എൻഹാൻസ് ചെയ്യുവാനായിട്ട് പ്രകൃതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മരത്തിനെ നശിപ്പിക്കാൻ പ്രകൃതി നോക്കത്തില്ല, ഒരു മൃഗത്തിനെയോ ഒരു പക്ഷിയോ നശിപ്പിക്കാൻ പ്രകൃതി നോക്കത്തില്ല. എങ്ങനെ അതിനെ ജീവിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമേ നോക്കുള്ളൂ. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്തും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നിങ്ങളുടെ ഡിസിഷനെ ബേസ് ചെയ്ത് പ്രകൃതി ഒരുക്കി നൽകും. സോ ആ കാര്യത്തെ മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാനും വേണ്ടി ഒരല്പസമയം നിങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതീക്ഷ അറ്റ ഭാഗത്ത് നിന്ന് ജീവിതത്തെ വീണ്ടും ശക്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്, ഒരു ചെടിയെ മുറിച്ച് കഴിയുമ്പോൾ അവിടുന്ന് പുതിയ കിളിർപ്പ് പൊട്ടി പിളരുന്നത് പോലെ, ഒന്ന് മുറിച്ചെടുക്കുന്ന ഒത്തിരി മുളകൾ പൊട്ടി വിടരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപാട് പുതിയ പ്രതീക്ഷകൾക്ക് തുടക്കം കുറിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും.